ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ദേവയാനിയും നയനിയും ഒക്കെ കൂടെ വേണു പറഞ്ഞ സ്ഥലം നോക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് മനസ്സിലായതൊരു കള്ളത്തരാണ് മനസ്സിലായി. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, ഇത് വെറും കള്ളത്തരാണമ്മേ എന്നറിയും. അത് പിന്നെ സംശയമുണ്ടോ, ഇതാരുടെയോ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചാണ് നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും പതുക്കെ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കാം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും കൂടെ സംസാരിക്കുന്നുണ്ട്, കിരണും ഉണ്ട് കൂടെ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിടത്തോളം ആ സ്ഥലം ഞാൻ പോയി നോക്കിയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചത്. അതിൻ്റെ ശരിയായ ഉടമസ്ഥൻ ഇവിടെ ലയളിയോസിലാണ്. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അന്വേഷിക്കാം. അവർ സത്യത്തിൽ ഇവരാകെ പ്രശ്നക്കാരാണെന്ന് ഏതാണ്ട് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറയാം, അനിയെ അവർ മൊത്തത്തിൽ മുക്കിക്കളഞ്ഞു എന്ന് പറയും. അവൻ വല്ലാത്തൊരു ഊരക്കുടുക്കിലാണ് പോയി പെട്ടത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ നെക്ലസിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്കൊന്ന് അപ്പം തന്നെ ഊഹിക്കാമായിരുന്നല്ലോ അവരുടെ കള്ളത്തരങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതെന്ന് പറയും. അപ്പോൾ ആ നെക്ലസും സ്വർണ്ണമൊക്കെ കൊണ്ട് വിറ്റിട്ടാണ് 1 കോടി രൂപയാണ് അഡ്വാൻസ് കൊടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഒരു പച്ചക്കള്ളല്ലേ അറിയും. പിന്നെ എന്താ സംശയമുണ്ടോ, 1 കോടി രൂപയൊന്നും ആരും അഡ്വാൻസ് ആയിട്ട് കൊടുക്കില്ല. ഏറിയൊരു 10 ലക്ഷം രൂപ, അതെല്ലാം അത്രേ കൊടുക്കുള്ളൂ. ഇത് എല്ലാം പോയി, ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് അവർ. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ്ട് നമ്മൾ ശരിക്കും ഞാനൊന്ന് അന്വേഷിച്ചിട്ടൊക്കെ ഇതന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ട് നിന്നോട് ഞാൻ പറയാം ആദർശേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നമ്മളെന്നൊക്കെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അപ്പോൾ നമ്മളെ കൂടുതലൊരു സത്യസന്ധരാവണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാവില്ലേ? ആ കാര്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണടാ. പണ്ട് നീയും ഇവള് പാമ്പും കീരിയും പോലെയായിരുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹമായില്ലേ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ള ഒരുമിച്ചല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കിരൺ ആദർശിനോട് കേട്ടോ. എന്തായാലും ഞാൻ ഡീറ്റെയിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ നിന്നോട് വിവരം പറയാം. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺ പോയി കഴിയുമ്പോൾ ആദർശം നയനയും കൂടെ സംസാരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫ്രോഡുകളാണ് അവർ എന്നിങ്ങനെ പറയുന്നുണ്ട് ആദർശ നയനോട്. അത് പിന്നെ സംശയമുണ്ടോ എന്നറിയാം, എന്താ ചെയ്യാല്ലേ, നമ്മൾ പോയി പെട്ടു എന്നറിയാം. വല്ലാത്തൊരു